അങ്ങനെ ഒരു ബ്രെയിൻ ഡ്രെയിൻ കേരളത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വളരെ വ്യത്യസ്തമായ വാദഗതിയാണ്. കാര്യം ഇവിടെ ആവശ്യത്തിന് ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പേര് പോയാലും പ്രോബ്ലം ഇല്ലെന്നാണ്. ഒരു പാർഷ്യലായിട്ട് അതിനെ സമ്മതിക്കാൻ പറ്റും. പക്ഷെ അതേ സമയത്ത് തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടത്, ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ട് വരുന്നപ്പോഴും, അതായത് ഒരു പൊസിഷനിലേക്ക് ഒരു പ്രായത്ത് കഴിയുമ്പോഴേക്കും അടുത്ത ആൾ റെഡിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് കോമ്പറ്റീഷനാണ്. ഈ ഒരു റിസ്ക് അവിടെ ഇല്ല. അപ്പോൾ അതിന്റെ പേരിൽ പോകുന്നവരും ലൈഫ് സെക്യൂർഡ് ആവുക എന്ന് പറയുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ലൈഫ് സെക്യൂർഡ് ആവുക എന്ന് പറയുന്ന ഒരു എംപ്ലോയി ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രൈവറ്റ് എംപ്ലോയി ആയിട്ട് ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു കാലാവധി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കമ്പനി പുറത്താക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. വേറെ അവിടെ ആവശ്യങ്ങൾ കൂടുതലാവുമ്പോൾ ഒരു 40 കഴിയുമ്പോഴോ അല്ല 30 കഴിയുമ്പോഴോ ഒരാൾക്ക് തീരുമാനം എടുക്കാൻ പറ്റും, അത്യാവശ്യം അവിടെ പോയി സെറ്റിൽ ആവാം. ആ സെറ്റിൽ ആവുന്നത് ആ ബ്രെയിൻ അങ്ങോട്ടേക്ക് തന്നെയാണ്. പിന്നെ തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് അവർക്ക് അവിടെ സേഫ്റ്റി അല്ലാത്തവരാണ് തിരിച്ചു വരുന്നത്. ആ 2 കാറ്റഗറി ഓഫ് വിസാസ് ഉണ്ടല്ലോ. സ്റ്റഡി വിസയിൽ പോയ ഒരു വ്യക്തിക്ക് പിന്നെ അതിനുശേഷം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നാൽ അദ്ദേഹം തിരിച്ചു വന്നേ മതിയാവുള്ളൂ. പക്ഷെ PR ആയിട്ട് പോയിട്ടുള്ളവരൊക്കെ തിരിച്ചു വരുന്നതുണ്ടോ? ഒരു 10% മാത്രമേ തിരിച്ചു വരുള്ളൂ. അത് മടുത്തിട്ട് തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് പറയാൻ പറ്റില്ല. അപ്പോഴവർ റൂട്ട് തേടി അല്ലെങ്കിൽ ബാക്ക് ടു ദ റൂട്ട് എന്നുള്ള രീതിയിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കണ്ടത്. ഓക്കെ, അപ്പോൾ താങ്കളുടെ ഒരു പറയൂ. അപ്പോൾ ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന പ്രതിഭാസം നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് ഇത് വീണ്ടും ചർച്ച ചെയ്യപ്പെടുക. കുറേ കാലം ഇത് ചർച്ച ചെയ്യുന്നില്ലായിരുന്നു. കാര്യം ആൾക്കാർ പോയി രക്ഷപ്പെടട്ടെ എന്നുള്ളതായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സ് കൊടുത്ത് പഠിപ്പിക്കുന്ന നല്ല തലയുള്ള ആളുകൾ ഇവിടെ നിന്ന് പോകുന്നു, സ്പെഷ്യലി പ്രൊഫഷണൽസ് പോകുന്നു. ചെറുപ്പക്കാരെ പിടിച്ചു നിർത്താൻ PSC വലിയ തോതിലൊരു പങ്കുവഹിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് PSC വലിയ തോതിലുള്ള നിയമന നിരോധനം പോലെയുള്ള പ്രഖ്യാപിത നിയമന നിരോധനം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. താങ്കൾ റാങ്ക് ലിസ്റ്റ് പേരുള്ള ആളാണോ? ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ SFIക്കാർ കോപ്പി അടിച്ചിരുന്ന ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, പോലീസ് റാങ്ക് ലിസ്റ്റ്, CP റാങ്ക് ലിസ്റ്റ് 2020 തീർന്ന ലിസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പോലും, അതായത് ആ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നവർ പോലും ജോലി കിട്ടാതെ സമരം ചെയ്ത് 1 വർഷത്തോളം തിരുവനന്തപുരത്ത് സമരം ചെയ്തവരാണ് ഞങ്ങൾ. ആ ഗ്രൂപ്പിലുള്ളതാ ഞാനുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് സമരം ചെയ്തതിന് ശേഷം ജോലി കിട്ടാതെ കേസ് കൊടുത്ത്, കേസിലും ഹൈക്കോടതിയും സുപ്രീം കോടതി വരെ പോയി കേസ് കൊടുത്തിട്ടും അതിനകത്ത് ജോലി കിട്ടാതെ നാട്ടിൽ നിന്ന് ദുബായിക്ക് പോയവരും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോയവരും ഉണ്ട്. അവർ ഇനി ഇങ്ങോട്ട് PSC എഴുതാനോ ഈ നാട്ടിലേക്ക് വരാനോ ഇല്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ സേഫാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അനിയന്മാരോട് എൻ്റെ കസിൻസിനോട് ഞാൻ പറയുമ്പോൾ PSC എഴുതുമെന്ന് എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് എന്തിനാണ് ചേട്ടൻ്റെ പോലെ അവിടെ തിരുവനന്തപുരത്ത് ഒരു സെക്രട്ടറിൻ്റെ മുമ്പിൽ സമരം ചെയ്യാനാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ PSC നിയമന നിരോധനം വന്നത് ഈ ബ്രെയിൻ ഡ്രെയിൻ വലിയൊരു കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമാണ് നമ്മളത് വല്ലാതെ അഭിമുഖീകരിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ 5 വർഷം തൊഴിലുണ്ടോ? ഞാൻ ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ അത് സെറ്റിൽ ചെയ്തിട്ടാണ് ഞാൻ ഈ PSC എഴുതാൻ വന്നത്. അവസാനം PSC ഇല്ല, നമ്മളത് ബിസിനസ്സും ഇല്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോൾ അതുപോലെ റിസ്ക് എടുക്കാൻ ഈ ബ്രെയിൻ ട്രെയിൻ ചെയ്യേണ്ടെന്ന് തോന്നാൻ കാര്യം എന്താ? എനിക്ക് നാട്ടിൽ നിൽക്കണമെന്നുള്ള എൻ്റെ വ്യക്തി എനിക്ക് നാട്ടിൽ നിൽക്കണമെന്നുള്ള. ഇപ്പൊ ഞങ്ങളുടെ കൂടെ അന്ന് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു പലരും ഇപ്പോഴും PSC എന്ന് പറഞ്ഞ് എഴുതി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSCയോടുള്ള വിശ്വാസമുള്ള, നാട്ടിൽ നിന്ന് പോകാനുള്ള വിഷമമുണ്ട്. വീട്ടിൽ മറ്റു സാഹചര്യങ്ങളില്ലാത്തവരുണ്ട്. എല്ലാവർക്കും പുറത്തു പോകാൻ പറ്റണമെന്നില്ല. ഇപ്പം എൻ്റെ അനിയൻ യൂറോപ്പിലാണ്, അവൻ പുറത്തു പോയി, അവന് കുഴപ്പമില്ല, പോകാൻ കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ട് അവൻ പോയി. പക്ഷെ എനിക്ക് താല്പര്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴും PSC എഴുതിക്കൊണ്ട് നടക്കുന്നു. ഇപ്പോഴും പിന്നെ